വീട്ടിനുള്ളിൽ നിന്നും പാമ്പ് കടിയേറ്റ് വീണ്ടും ഒരു ബാലൻ കൂടി മരിച്ചു. തിരുവനന്തപുരം ചിറയിൻകീഴിൽ 8 വയസ്സുകാരനാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. അഴൂർ മൂലയിൽ വീട്ടിൽ ദിലീപ് അനു ദമ്പതികളുടെ മകൻ ദിക്ഷലാണ് മരിച്ചത്. ഉറങ്ങുന്നതിനിടെയായിരുന്നു സംഭവം. വ്യാഴാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് കുട്ടിയെ പാമ്പ് കടിച്ച് വിവരമറിഞ്ഞത്. ഉടൻ തന്നെ ചിറയിൻകീഴിലെ ആസ്പത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആസ്പത്രിയിലേക്ക് പോകും വഴിയാണ് മരണം സംഭവിച്ചത്. കുട്ടി കിടന്ന മുറിയിൽ നിന്നും മൂർഖൻ പാമ്പിനെ നാട്ടുകാർ പിടികൂടിയിരുന്നു. ഈ പാമ്പാണ് കടിച്ചത് എന്നതാണ് സൂചന. കഴിഞ്ഞ ദിവസം തൃശൂർ കൊടകര മറ്റത്തൂർ വീട്ടിൽ ഉറങ്ങിക്കിടന്ന 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ചിരുന്നു. കടമ്പോട് കാവുങ്കൽ സിൽജോയുടെ മകൻ അൽജോയാണ് മരിച്ചത്. പാമ്പ് കടിയേറ്റ് അൽജോയുടെ മൂത്ത സഹോദരൻ അൻജോ സുഖപ്പെട്ടു വരികയാണ്. അമ്മയോടൊപ്പം ഉറങ്ങിയിരുന്ന കുട്ടികൾക്കാണ് പാമ്പ് കടിയേറ്റത്. പുലർച്ചെ 2 മണിയോടെ വയറുവേദനയെന്ന് പറഞ്ഞ് 2 കുട്ടികളും ഉണർന്നിരുന്നു. തുടർന്ന് ചൂടുവെള്ളം തിളപ്പിച്ചു കൊടുത്തു. തുടർന്ന് ആസ്പത്രിയിൽ എത്തിച്ച് പരിശോധിക്കുമ്പോഴാണ് പാമ്പ് കടിയേറ്റതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത്. വീട്ടിൽ പരിശോധിക്കുമ്പോൾ കിടപ്പുമുറിയിൽ നിന്നും പാമ്പിനെ കണ്ടെത്തുന്നു. മുൻ വർഷങ്ങളിലും ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വേനൽക്കാലമാകുമ്പോഴാണ് പ്രത്യേകിച്ച്. തണുപ്പ് തേടി വീട്ടിനുള്ളിലേക്ക് എത്തുന്ന പാമ്പുകൾ ദുരന്തങ്ങളുണ്ടാക്കുന്നു. നമ്മുടെ വീട്ടു പരിസരത്തും നടവഴിയിലുമെല്ലാം പാമ്പുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മുൻകരുതലുകൾ വേണ്ടിവരുന്നു. വീട്ടുപരിസരം വൃത്തിയായും പാഴ്വസ്തുക്കൾ ഇല്ലാതെയും സൂക്ഷിക്കുക. രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ ടോർച്ച് കരുതുക. പാമ്പ് കടിയേറ്റാൽ ഉടൻ തന്നെ ചികിത്സ ലഭ്യമാകുന്ന ആസ്പത്രിയിലേക്ക് എത്തിക്കുക. ഉറങ്ങുന്നതിന് മുൻപ് പ്രധാനമായും ബെഡ്ഷീറ്റും തലയിണയും നന്നായി കുടയുക. കട്ടിലിനടിയിലും മുറികളിലെ മൂലകളിലുമെല്ലാം പരിശോധിക്കുക. ജനാലകളിലേക്കും ചുമരുകളിലേക്കും ചെടികൾ പടർന്നു കയറാൻ അനുവദിക്കാതിരിക്കുക. വൈകിട്ടോടെ ജനലുകളും വാതിലുകളും അടച്ചിടുക. ചെരുപ്പുകളും ഷൂസുകളും ധരിക്കുന്നതിന് മുൻപ് നന്നായി പരിശോധിക്കുക, കുടയുക. കുട്ടികൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ ചെരുപ്പോ ഷൂവോ ധരിക്കുക. വീടുകളിലും വീട് പരിസരത്തും വിറകും മറ്റും കൂട്ടിയിടാതിരിക്കുക തുടങ്ങിയ നിരവധി മുൻകരുതലുകൾ നമുക്ക് സ്വീകരിക്കാനാവും. പാമ്പ് കടിയേറ്റാൽ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പ്രഥമ ശുശ്രൂഷയും ഇതാണ്. ആദ്യം തന്നെ ഭയപ്പെടാതിരിക്കുക. പേടി വിഷം ശരീരത്തിൽ വ്യാപിക്കാൻ കാരണമാകും. കടിയേറ്റ കയ്യോ കാലോ കഴിയുന്നത്ര അനക്കാതെ വയ്ക്കുക. ആ ഭാഗം ഹൃദയനിരപ്പിന് താഴെയായിരിക്കാൻ ശ്രദ്ധിക്കുക. കടിയേറ്റ ഭാഗത്ത് നീരുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മോതിരം, വാച്ച്, വള തുടങ്ങിയവ ഉടൻ തന്നെ ഊരിമാറ്റുക. മുറിവ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് സാവധാനം കഴുകുക. കടിയേറ്റ ഭാഗം അനങ്ങാതിരിക്കാൻ ഒരു സ്പ്ലിന്റ് കെട്ടുന്നത് നല്ലതാണ്. എത്രയും വേഗം രോഗിയെ പാമ്പ് കടി ചികിത്സ ലഭ്യമായ ആസ്പത്രിയിലേക്ക് എത്തിക്കുക. പാമ്പ് കടിയേറ്റാൽ ഒഴിവാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. മുറിവിന് മുകളിൽ തുണിയോ ചരടോ ഉപയോഗിച്ച് രക്തയോട്ടം തടയുന്ന രീതിയിൽ മുറിവ് കെട്ടരുത്. വിഷം പുറത്തു കളയാനായി മുറിവിൽ മുറിവുണ്ടാക്കാനോ വായ കൊണ്ട് വിഷം ഊറ്റിയെടുക്കാനോ ശ്രമിക്കരുത്. കടിയേറ്റ ഭാഗത്ത് ഐസ് വയ്ക്കുന്നത് ദോഷകരമാണ്. അതുപോലെ കടിച്ച പാമ്പിനെ പിടിക്കാനോ കൊല്ലാനോ സമയം കളയരുത്. പാമ്പിനെ കിട്ടിയില്ലെങ്കിലും ചികിത്സ ഒന്ന് തന്നെയാണ്. കടിയേറ്റ ആൾക്ക് വെള്ളമോ ഭക്ഷണമോ നൽകരുത്. ഈ അറിവുകൾ കൂടുതൽ ആളുകളിലേക്ക് പങ്കുവെക്കുക. കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് തടയുവാനെങ്കിലും. പാമ്പ് കടിയേറ്റ് നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ സഹോദരങ്ങൾക്ക് അന്ത്യാഞ്ജലികൾ.